നന്ദൂസ് വേൾഡിലേക്ക് സ്വാഗതം. സ്നേഹവും ഐക്യവും പുലർത്തി ചുള്ളിക്കാട്ട് കുടുംബസംഗമം. എൻ്റെ അമ്മയുടെ കുടുംബം അടങ്ങുന്ന ചുള്ളിക്കാട്ട് കുടുംബസംഗമ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങളെ രണ്ടുപേരെയും നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ സോന, തൃപ്പൂണിത്തുറയിൽ വലിയോട് വീട്ടിൽ ഭാസ്കരന്റെ മകളാണ്. ഞാൻ ദേവിക, മുളന്തുരുത്തി ചുള്ളിക്കാട്ട് ജെറിയുടെ മകളാണ്. ഈ കുടുംബസംഗമത്തിലെ അധ്യക്ഷനായ കലേഷ് അങ്കിളിനെയും ആദരവേറ്റുവാങ്ങുന്ന എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇന്നിവിടെ നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ സംഗമത്തിന്റെ തുടക്കം നമുക്കൊരു ഈശ്വര പ്രാർത്ഥനയിൽ ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചുള്ളിക്കാട് കുടുംബസംഗമം വളരെ സന്തോഷകരമായി ഈ ഒരു ദിവസം നമുക്ക് കൊണ്ടാടേണ്ടതാണ്. അമ്മയുടെ ഫാമിലിയിലെ 4 തലമുറയുടെ സംഗമവേദിയായിരുന്നു ഇത്. എൻ്റെ അമ്മമ്മയുടെ സഹോദരന്മാരും സഹോദരിമാരും അവരുടെ മക്കളും എല്ലാവരും ഈ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. മുളന്തുരുത്തി YMCA ഹാളിലാണ് കുടുംബസംഗമത്തിനായി ഞങ്ങൾ ഒത്തുകൂടിയത്. രാവിലെ തന്നെ ഞങ്ങൾ പോയി. ആ സമയം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തതോടെ പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു. ആദ്യമായി കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങായിരുന്നു നടത്തിയത്. കൂടാതെ ഈ പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനറായ കലേഷ് ചേട്ടനെയും ആദരിച്ചു. ചേട്ടൻ മ്യൂറൽ പെയിന്റിംഗ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. കലേഷ് ചേട്ടൻ വരച്ച ചിത്രങ്ങളുടെ എക്സിബിഷൻ ഒരുപാട് തവണ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം കുടുംബങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. ഇതാണ് കേട്ടോ ഞാനടങ്ങുന്ന ഞങ്ങളുടെ ഫാമിലി. പിന്നെ കുറെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു, അതുപോലെ ഗെയിംസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ പ്രോഗ്രാം തിരുവാതിരയായിരുന്നു.
ഇവിടെ വിവരിച്ച സ്വാഗത പ്രസംഗനൊക്കെ വിവരിച്ച പല കാര്യങ്ങളും വളരെ മനോഹരമായിട്ടാണ് കേട്ടത്. വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇല്ലാതെ പോകുന്നത്. അതിന് ഒരാശംസ പറയാതെ പോയാൽ അത് ഒരു കുറവായിരിക്കും എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇതിനൊരു ആശംസ പറഞ്ഞിട്ട് വേണം ഞങ്ങൾ തട്ടിക്കൂട്ടിയ ഒരു പാട്ട് പാടുവാൻ. ഞാനിവിടെ ഉദ്ഘാടനത്തിന് കണ്ട ഒരു പ്രത്യേകത, ഇതുപോലെയുള്ള പരിപാടികളിലൊക്കെ ചില പരിപാടികളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഈ കുടുംബസംഗമം ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രാദേശികമായ രാഷ്ട്രീയ നേതാക്കളോ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് ഇവിടെ നമ്മുടെ മുതിർന്ന കാരണന്മാർ ഇതിനെ തിരിതെളിച്ച് ഇതിൻ്റെ ചടങ്ങ് വളരെ മനോഹരമായിട്ട് നിർവഹിച്ചു എന്ന് കാണുന്നത് ഏറെയധികം സന്തോഷജനകമായ ഒരു കാര്യമാണ്. നമ്മൾക്കെല്ലാം ഇല്ലാതെ പോകുന്നത് ഇങ്ങനെയുള്ള കൂട്ടായ്മയാണ്. കാരണം ലോകം മുന്നേ ഓടുകയാണ്, അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടുകയാണ്. അങ്ങനെ നമ്മൾ തിരക്കുള്ളവരായി മാറുകയാണ്. ഞാൻ തിരക്കുള്ളവനാകുന്നത് എൻ്റെ വ്യക്തിത്വം കൊണ്ടാണ്. പക്ഷേ കുടുംബത്തെ മറന്നുകൊണ്ടുള്ള ആ തിരക്കുകൾ ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അമ്മൂൻ്റെ നന്ദിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു, കൂടാതെ ഞങ്ങളുടെ ഒരു പാട്ടും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് സെപ്പറേറ്റ് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൂടാതെ മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഗെയിംസും ഉണ്ടായിരുന്നു കേട്ടോ.
കസേര കളിയും ലെമൺ സ്പൂണും അങ്ങനെ ഒരുപാട് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. Ready, 1, 2, 3, start. Ready, 1, 2, 3, start. ഈ ഗെയിംസിന് എല്ലാവർക്കും പങ്കെടുക്കായിരുന്നു കേട്ടോ. ഹോളിൽ 4 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോന്നിനും ഓരോ സിറ്റി പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും മൂവ് ചെയ്യണം. മ്യൂസിക് നിർത്തുന്ന സമയത്ത് നിൽക്കുന്ന സിറ്റിയിൽ തന്നെ എല്ലാവരും നിൽക്കണം. നോട്ടിട്ട് എടുക്കുമ്പോൾ ഏത് സിറ്റിയാണോ വരുന്നത് ആ സിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഔട്ടാണ് കേട്ടോ. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. ലാസ്റ്റ് സെക്കൻഡ് പ്രൈസ് കിട്ടിയത് നന്ദുവിനാണ് കേട്ടോ. അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, മുത്തച്ഛൻ, മുത്തശ്ശി എന്നിങ്ങനെ സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും കണ്ണികൾ പകരുന്ന ആഹ്ലാദമായാണ് കുടുംബ സംസ്കാരത്തെ നിലനിർത്തുന്നത്. കുടുംബവും അതിലെ ബന്ധങ്ങളും ഇന്നും പാവനമായി കാത്തുപോരുന്ന നാടാണ് നമ്മുടേത്. സ്നേഹമാണ് കുടുംബത്തിലെ ശാശ്വത ബന്ധം. കുടുംബം സ്നേഹം കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു ലോകമാണ്. പരസ്പരം സ്നേഹിച്ച് ആ ലോകം സുന്ദരമാക്കുക. ചുള്ളിക്കാട്ട് കുടുംബസംഗമം വളരെ ഭംഗിയായി നടത്താൻ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ നിർത്തുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.